ഗൾഫിലെ സംഘർഷ സാഹചര്യത്തിൽ ഒമാനും സൗദിയും ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ വിമാന സർവീസ് സാധാരണ നിലയിലായിട്ടില്ല. ഖത്തറിൽ നിന്നും നാമമാത്ര സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ബഹ്റൈൻ കേരളീയ സമാജം ഗൾഫ് എയറുമായി സഹകരിച്ച ദമാമിൽ നിന്നും കൊച്ചിയിലേക്ക് ചാർട്ടേഡ് വിമാന സർവീസുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഗൾഫിലെ സംഘർഷ സാഹചര്യത്തിൽ ഒമാനും സൗദി ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ വിമാന സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. ദുബായ്, അബുദാബി, റാസൽ ഖൈമ, ഫുജൈറ, ഷാർജ എന്നിവിടങ്ങളിൽ നിന്നും പ്രത്യേക വിമാന സർവീസുകളാണ് നടത്തുന്നത്. ബഹ്റൈൻ, കുവൈത്ത് വിമാനത്താവളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. ഖത്തറിൽ നിന്ന് നാമമാത്ര സർവീസുകൾ മാത്രമാണ് പുനരാരംഭിച്ചത്. കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും എമിറേറ്റ് സർവീസ് നടത്തിയിരുന്നു. അഹമ്മദാബാദ്, ബാംഗ്ലൂരു, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, കൊൽക്കത്ത, മുംബൈ എന്നിവിടങ്ങളിലേക്കും സർവീസ് ഉണ്ടായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് കൊച്ചിയിൽ നിന്ന് ബംഗളൂരു വഴി അബുദാബിയിലേക്കും കൊച്ചിയിൽ നിന്ന് നേരിട്ട് റാസൽ ഖൈമയിലേക്കും സർവീസ് നടത്തിയിരുന്നു. അതേസമയം ബഹ്റൈൻ കേരളീയ സമാജം ഗൾഫ് എയറുമായി സഹകരിച്ചുകൊണ്ട് ദമാമിൽ നിന്നും കൊച്ചിയിലേക്ക് ചാർട്ടേഡ് വിമാന സർവീസുകളും സംഘടിപ്പിക്കുന്നുണ്ട്. മാർച്ച് 14 15 തീയതികളിലാണ് സർവീസ് നടത്താൻ ആലോചന എന്നാണ് സമാജം ഭാരവാഹികൾ അറിയിച്ചത്. ബഹ്റൈനിൽ നിന്നുള്ള യാത്രക്കാരെ ഗൾഫ് എയർ പ്രത്യേക ബസ് മാർഗം ദമാമിലെത്തിക്കും. അവിടെ നിന്നായിരിക്കും വിമാനം കൊച്ചിയിലേക്ക് പുറപ്പെടുക. ട്രാൻസിറ്റ് വിസ, യാത്രാ ചെലവുകൾ എന്നിവയുൾപ്പെടെയുള്ള ഒരാൾക്ക് 300 ബഹ്റൈൻ ദിനാറാണ് നിരക്ക് വരുന്നത്. കുറഞ്ഞത് 192 യാത്രക്കാർ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും വിമാനം സർവീസ് നടത്തുക. ആദ്യം വരുന്നവർക്ക് മുൻഗണന എന്ന അടിസ്ഥാനത്തിലായിരിക്കും സീറ്റുകളും അനുവദിക്കുന്നത്. അതേസമയം ആഗോള വിപണിയിൽ എണ്ണവിലയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത വർധനവ് വിമാനയാത്രാ മേഖലയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തള്ളിവിട്ടിട്ടുണ്ട്. അസംസ്കൃത എണ്ണയുടെ വിലയേക്കാൾ വളരെ വേഗത്തിൽ വിമാന ഇന്ധനത്തിന് വില വർദ്ധിക്കുന്നതാണ് വിമാന കമ്പനികളെ കുഴപ്പിക്കുന്നത്. ഇറാന് മേലുള്ള US-ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതോടെ വിമാന ഇന്ധന വിലയിൽ 2 ഇരട്ടി വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.